ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആത്മസ്നാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ സാറ് പറയുന്നു വീണ്ടും ജനനം ആത്മസ്നാനത്തിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ആ വാക്യത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാരൊക്കെയോ കഴിഞ്ഞ ദിവസങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. കാരണം വീണ്ടും ജനിക്കാതെ ആത്മസ്നാനം ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ സ്നാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വീഡിയോകൾ ചെയ്തു. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വീണ്ടും ജനനത്തെക്കുറിച്ചും ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഏതാണ് ശരിയായ സ്നാനം, അത് പോയി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആ ഭാഗം കൂടി എല്ലാവർക്കും പോയി ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെ? കർത്താവായ യേശുക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ, അതായത് യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമായി സ്നാനമേൽക്കപ്പെടുമ്പോൾ, അല്ലെ, സ്നാനമേൽക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രിയപുത്രനാകണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിയപുത്രനാകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചിട്ട് പോയതാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, അല്ലെ? പല ആളുകളും പറയുന്നു എന്താണ്, അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഒരാവശ്യകതയെ കുറിച്ച്, അല്ലെ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയല്ല. അപ്പൊ ജലത്തിൽ ആദ്യം സാക്ഷീകരിക്കണം. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം രക്ഷകനായി സ്വീകരിക്കും, രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച ശേഷം പിന്നീട് എന്താണ്, ജലത്തിൽ അവനെ സാക്ഷീകരണമുണ്ട്. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ട ഒരു ക്രമീകരണമാണ്. അപ്പൊ ആ ക്രമീകരണത്തെ കളഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോകും, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ എത്തും എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഏത് നാമത്തിലാണ് സ്നാനമെന്ന്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ഏതാണെന്ന് മനസ്സിലാക്കണം. ആ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിലേ രക്ഷയുള്ളൂ. ആ നാമത്തിൽ വിശ്വസിക്കണം, ആ നാമത്തിൽ രക്ഷ കണ്ടെത്തണം, ആ നാമത്തിൽ വിശ്വസിക്കണം. ആ നാമത്തിലെ രക്ഷ കണ്ടെത്തുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിച്ചേ മതിയാവുകയുള്ളൂ. വീണ്ടും ജനനം എന്ന് പറയുന്നത് വേറൊരു ജീവിതമല്ല. ക്രിസ്തുവിന്റെ അനുയായിയാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായി, അല്ലെങ്കിൽ പുത്രന്മാരെ ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജലത്തിൽ ഇറങ്ങി സാക്ഷീകരിക്കണം. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ച ആ ഒരു കൽപ്പന അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആരുടെ നാമത്തിൽ? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടത്. അല്ലാതെ മൂന്ന് ദൈവങ്ങളുടെയും തൃത്വത്തിന്റെയും ത്രിയേകത്തിന്റെയും നാമത്തിലല്ല സ്നാനമേൽക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങൾ. ഇന്ന് നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ഈ ആത്മസ്നാനത്തെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആത്മസ്നാനത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിക്കുമ്പോൾ തന്നെ ആദിമ സഭയിൽ ആത്മസ്നാനം ലഭിച്ചവർ എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആത്മസ്നാനം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. എന്ത് ഈ ആത്മീയ സ്നാനം, അല്ലേ? ആത്മാവിനാൽ സ്നാനപ്പെടണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം വെള്ളത്തിൽ സാക്ഷീകരിക്കണം, അതിനുശേഷം ആത്മാവിലുള്ള സ്നാനം, അതായത് ആത്മസ്നാനം സ്വീകരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പഠിപ്പിക്കുന്ന പല ശുശ്രൂഷകരും വളരെയധികം കുറച്ച് വരികയാണ്. ഇപ്പം ഗേറ്റ് വേ മിനിസ്ട്രി ഒക്കെ പഠിച്ച് അവർ ഒത്തിരി മുന്നോട്ട് പോയി. അപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു തോന്നലുണ്ട്. കാരണം എന്താണ്? ജലത്തിലുള്ള സ്നാനം വേണ്ട, കാരണം അത് ആവശ്യമില്ല എന്നൊരു പഠനം അവരുടെയൊക്കെ ഉള്ളുകളിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ അവരോരോ കണ്ടെത്തലുകൾ കണ്ടെത്തി അത് യഹൂദന്മാർക്കും യവനന്മാർക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നവർ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്.
അപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ രാജ്യത്ത് പോകണമെങ്കിൽ ഈ സ്റ്റെപ്പുകൾ കറക്റ്റായി എടുക്കുന്നവർക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരു കറി എന്ത് ചെയ്യണം, പ്രിപ്പയർ ആകണമെങ്കിൽ എന്താണ്, അതിനകത്ത് വേണ്ട ചേരുവകൾ ചേർന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. ആദ്യം ജലത്തിൽ സ്നാനപ്പെടണം. ജലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല എന്ന് പരീക്ഷനോട് കർത്താവ് പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അപ്പൊ ഈ ആത്മാവിനാൽ ജനിക്കുമ്പോഴാണ് അത് ആത്മീയ സ്നാനമായിട്ട് മാറുന്നത്. ആത്മാവിൽ എങ്ങനെ ജനിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, യെരുശലേമിൽ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസ്നാനം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആത്മസ്നാനം നടക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ. ആത്മസ്നാനം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള സ്നാനമാണ്, ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാനായിട്ട്, അല്ലെ? 2:38 സ്നാനപ്പെട്ട എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ലഭിച്ചില്ലെന്ന് പറയുന്നത്. ചിലർക്ക് കൈ വെച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. തലയിൽ കൈ വെച്ചപ്പോഴാണ്, അല്ലെ, അപ്പോസ്തല പൗലോസ് അവരുടെ മേൽ കൈ വെച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ആത്മസ്നാനത്തിന് വളരെയധികം പ്രാധാന്യം ഈ ദൈവവചനത്തിലുണ്ട്. ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് വരണമെങ്കിൽ, അല്ലെ, കർത്താവ് യേശുക്രിസ്തു ഒരു പാത കാണിക്കുകയാണ്. ദൈവം മനുഷ്യനായി നിന്നുകൊണ്ട് ഒരു പാത നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. നമ്മൾക്ക് എങ്ങനെ പ്രിയപുത്രനായി മാറാം എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തലിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഉറപ്പിക്കാം, ജലത്തിൽ സാക്ഷീകരിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, അതായത് വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറും ലേബൽ ക്രിസ്ത്യാനികൾ മാത്രമാണ്, ലേബൽ ക്രിസ്ത്യാനികൾ. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു മതത്തിന്റെ കീഴിലായിരിക്കാം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കീഴിലല്ല നിങ്ങൾ. 3 ദൈവങ്ങളുടെ നാമത്തിലും 3 വ്യക്തികളുടെ നാമത്തിലും അല്ല സ്നാനം വരുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം വരുന്നത്. അത് പത്രോസ് വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തി 2:38 മെൻഷൻ ചെയ്തിരിക്കുന്ന ആ സ്നാനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അല്ലെ? 2:38 വായിക്കാം. 38 നമ്മൾ കാണുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ, വളരെ വ്യക്തമായിട്ട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കത്തുള്ളൂ. നിങ്ങൾ 3 ദൈവങ്ങളുടെ നാമത്തിൽ പോയി സ്നാനമേൽക്കുകയാണ്. 28:19 സ്നാനം പിടിച്ചുകൊണ്ട് 3 ദൈവങ്ങളുടെ നാമത്തിൽ സ്നാനമേറ്റ പരിശുദ്ധാത്മാവ് വരുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഏത് നാമമാണെന്ന് കണ്ടുപിടിച്ച ശേഷം, ഏത് നാമമാണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ നാമത്തിലാണ് സ്നാനം ഏൽക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പോൾ 2:25 പരിശുദ്ധാത്മാവ് ഉള്ളതാണ് ആത്മസ്നാനത്തിലൂടെ, അതായത് ആത്മസ്നാനത്തിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 2:3 നമ്മൾ വായിക്കുന്നു അവിടെ ഒരു ആത്മീയ സ്നാനത്തെ കുറിച്ച്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 2:3 വായിക്കുന്നു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി, അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അത് എന്തിനെയാണ് കാണിക്കുന്നത്? ആത്മസ്നാനത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതിനെയാണ് ആത്മസ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാതെ നിങ്ങൾക്കൊരിക്കലും പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങൾ പറ്റിക്കപ്പെട്ടതാണ്. കാരണം ജലത്തിൽ, അതായത് വെള്ളത്താലും ആത്മാവിനാലും നിങ്ങൾ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു ആ പരീശനോട് പറഞ്ഞെങ്കിൽ, ഇന്ന് പരീശനായ നിക്കോദിമോസിനോട് പറഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ ഓരോരുത്തരും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട ഒരു കടമ അതിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ്.
ഇനി ശമരിയിലെ വിശ്വാസികൾ, അപ്പോസ്തല പ്രവൃത്തികൾ 8:17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 8:17 നമ്മൾ വായിക്കുന്നു. 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പം ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരണമെങ്കിൽ ആത്മസ്നാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആത്മാവിലൂടെ മാത്രമേ, അല്ലെ, ആത്മാവായ ദൈവത്തോട് നമുക്ക് ആത്മാവിൽ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെ. അപ്പോൾ ആത്മാവിലൂടെ മാത്രം, ആത്മാവായ ദൈവത്തോട് ആത്മാവിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കോൺവെർസേഷൻ ആത്മാവിലൂടെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും 10:44 വായിക്കുന്നു. 10:44 നമ്മൾ വായിക്കുകയാണ്. 10:44 നമ്മൾ വായിക്കുന്നു. 44-ാമത്തെ വാക്യത്തിൽ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ഇതെല്ലാം ആത്മസ്നാനത്തിന് മുൻകുറിയാണ്, അല്ലെ. വീണ്ടും ജനിക്കുന്നു, ആത്മീയ ശിശുക്കളായി അവിടെ മാറും. അപ്പൊ ആത്മീയ ശിശുക്കൾക്ക് വളർച്ചയുണ്ട്. അത് പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം, ആത്മീയ ശിശുക്കളുടെ വളർച്ചയെ കുറിച്ച്. അപ്പം ഈ ആത്മീയ ശിശു ആയി മാറുകയാണ് അവിടെ. അപ്പോ ആത്മാവിലുള്ള സ്നാനം, അല്ലെ, അത് കിട്ടണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കാതെ ഇതൊന്നും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയിരിക്കുന്നത് 38-ൽ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം സ്നാനം, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആത്മനിറവ് പ്രാപിച്ച വിശ്വാസികളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ, അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ ലൂക്കോസ് 1:15 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ലൂക്കോസ് 1:15. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഇപ്പം യോഹന്നാൻ നെ കുറിച്ചാണ്, അല്ലെ, ഈ ഒരു ദൂത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ആത്മസ്നാനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 4:1 നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4:1. 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോ നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിനായാണ്. അപ്പോൾ ഒരു ആത്മീയ സ്നാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് അവൻ മാറുകയാണ്. വീണ്ടും ജന്മം പ്രാപിച്ചു, അതായത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വീണ്ടും ഒരു ആത്മീയ സ്നാനത്തിലേക്ക് നയിക്കുമ്പോൾ അത് 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് അവൻ കാല് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ക്രിസ്തുവിന്റെ അനുയായികൾക്ക് മാത്രമേ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ മാത്രമേ ഈ 3 കാര്യങ്ങൾ കൂടുതലായി അനുസരിക്കുന്നത്. അല്ലാത്തവരെല്ലാം എന്താണ്, ലേബിൾഡ് ക്രിസ്ത്യാനികൾ മാത്രമാണ്, ലേബിൾഡ് മാത്രമാണ്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നവൻ മാത്രമേ യേശു ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിന്റെ അനുയായി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വിശ്വാസി എന്ന് അവനെക്കുറിച്ച് പറയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ഒരാളെയും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെ. രക്ഷിക്കപ്പെടണം, വെള്ളത്തിലുള്ള സ്നാനം, സാക്ഷീകരിക്കണം, കർത്താവിനെ സാക്ഷീകരിച്ചു കഴിഞ്ഞാൽ ആത്മസ്നാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങൾ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 3 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്, അല്ലെ. രക്ഷ, ജലത്തിലുള്ള സ്നാനം, 3 ആത്മസ്നാനം. ഇങ്ങനെ 3 സ്നാനങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനിത്വത്തിലേക്കുള്ള പ്രോസസ്സിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ അനുയായിയാകുന്നു,
ഒരു വ്യക്തിക്ക് അത് നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ്. ദൈവം വഴി നടത്തണം. വഴി നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ ആത്മാവ് നമ്മോട് കൂടെ വേണം, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വഴിതെറ്റി പോകുന്നത്. ഇന്നത്തെ പൊതുവെ സ്വതന്ത്ര സഭകളും പെന്തിക്കോസ്ത് സഭകളും പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് എന്താണ്? തിരിച്ചു പോകാനുള്ള പഠനമാണ്. അവരെവിടെയായിരുന്നു അവരുടെ പാരമ്പര്യങ്ങളിലേക്ക് അവരെ തിരിച്ച് വിളിക്കുന്ന സുവിശേഷമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മസ്നാനത്തിലേക്ക് വരുന്നില്ല. ആത്മസ്നാനത്തിലേക്ക് വരാതെ ഒരിക്കലും ഒരു വ്യക്തിക്കും കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. എന്താണ്? അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇന്നത്തെ പെന്തിക്കോസ്ത് സഭകളോ സ്വതന്ത്ര സഭകൾ ഇന്നും എനിക്ക് തോന്നുന്നു അവിടെ ഞായറാഴ്ച ആരാധനയ്ക്ക് ആള് കിട്ടാത്തത് കൊണ്ട് അവർ അവിടെ ആളുകളെ അവിടെ ചേർത്തിട്ട് കുറെ കാലം കഴിയുമ്പോൾ അവര് മരിക്കുമ്പോൾ അവരുടെ പഴയ സഭകളിലും അവരുടെ പള്ളികളിലും അടക്കാൻ അവർ അനുമതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ വളരെ തെറ്റായ കാര്യം തന്നെയാണ്, അല്ലെ? അവരുടെ പാരമ്പര്യത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാം, അല്ലെ അവരുടെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാം എന്ന് പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അവരുടെ പാരമ്പര്യങ്ങളിലേക്ക് അവർക്ക് തിരിച്ചു പോകാം എന്ന് പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നു. കാരണം അപ്പൊ ഇതിനൊക്കെ എന്താണ്? എന്താ പറയുക, ഇതൊന്നും സത്യപരമായ കർത്താവിന്റെ ക്രിസ്ത്യാനിത്വത്തിലേക്കുള്ള സഭകളല്ല, കർത്താവിലേക്ക് നയിക്കുന്ന സഭകളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ അല്ല. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്, അല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ 2:4 നമ്മൾ നിർത്തിയത്. വാക്യങ്ങൾ നമ്മൾ വായിച്ചു വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 2:4 കൂടി ഞാൻ വായിക്കുകയാണ്. 4-ാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവില്ലാതെ അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുകയില്ല. അപ്പൊ ആത്മസ്നാനത്തിലൂടെ ഇത് നടക്കുകയുള്ളൂ. അപ്പൊ ആത്മാവിൽ ജനിക്കണം, അല്ലെ? പുതുജനനം, ആത്മാവിൽ ജനനം. ഇങ്ങനെ ആത്മീയ ശിശുക്കളായി വളരുവാൻ, അല്ലെ, വചനത്തിലൂടെ വളരുവാൻ എല്ലാവർക്കും കഴിയണം. അതാണ് ആത്മസ്നാനത്തിലുള്ള പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗോഡ് ബ്ലെസ് യു.